അത് തന്നെയാണ് ഞാനിപ്പം എനിക്ക് പറയാനുള്ളതും. കാരണം വെച്ചാൽ ഈ ഒരു തെറ്റിദ്ധാരണ പൊതുവേ നമ്മുടെ ഇടയിൽ ഇവിടെ യു എയിലുണ്ട്. അതായത് ഈ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു അറബ് ബേസ്ഡ് ഇവൻ്റാണ് എന്നൊരു ധാരണ ആദ്യം ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് വളർന്നിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് 15ാമത്തെ സെഷനിലാണ്. അതായത് 15 വർഷങ്ങളായിട്ട് ഷാർജ ബുക്ക് അതോറിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതുമാതിരി തന്നെ ഇത് നമുക്കറിയാം, ഇതാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഷാർജ ഭരണാധികാരി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു 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 പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഒരു ഫെയർ നടത്താറില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന, അതായത് കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് അടക്കം വന്നിട്ട് കുടുംബസമേതം വന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഈ വർഷം ഞങ്ങൾ ഈ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം 35ഓളം വർക്ക്ഷോപ്സ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മുടെ തൊട്ട് ചുറ്റു കാണുന്ന ഇപ്പോൾ ഫാഷൻ ആൻഡ് ഡിസൈൻ ട്രെൻഡ്സ്, ദി ബ്രെയിൻ, സസ്റ്റൈനബിലിറ്റി, അതുമാതിരി തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ പല തരത്തിൽ 35ഓളം വർക്ക്ഷോപ്സ് 7 ഹാളിലായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മൾട്ടി ലാംഗ്വേജ് ആണ്, അറബിക്ക് മാത്രമല്ല ഇംഗ്ലീഷിലും. ഞങ്ങൾ ഏകദേശം 170ഓളം പ്രൊഫഷണൽസിനെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുള്ള എക്സ്പേർട്സാണ് അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. ഇതിൻ്റെ ക്വിസ് ആയാലും റിഡിൽസ് ആയാലും പസിൽസ് ആയാലും ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഈ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ പക്ക പ്രൊഫഷണൽസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കുട്ടികൾക്കും സ്വാഗതമാണ്. ഞങ്ങളിവിടെ ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് സൗജന്യമായിട്ടാണ്. നിങ്ങൾക്ക് എൻട്രി ഫീ ഇല്ല. ഈ ഓരോ വർക്ക്ഷോപ്പിലും നിങ്ങൾക്ക് പോയിട്ട് പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ചിലവ്, നിങ്ങൾ അവിടെ ക്യൂവിൽ നിൽക്കുക, നിങ്ങൾ അതിൻ്റെ അകത്ത് കയറുക, അത് എൻജോയ് ചെയ്യുക, അടുത്ത സെഷനിലേക്ക് പോകുക. നിങ്ങൾ രാവിലെ 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ ഈ വർക്ക്ഷോപ്സ് എല്ലാം ഓപ്പണാണ്. നിങ്ങളെപ്പോഴും നിങ്ങളിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ ഒരു ദിവസങ്ങളിൽ ലീവ് എടുത്തിട്ട് നിങ്ങൾ കുട്ടികളെയും കൂട്ടി വരിക. ഇവിടെ രാവിലെ 9 മണിക്ക് വന്ന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾ ഓരോ സെഷനായിട്ട് ഈ 10-30 സെഷൻസിൽ പോയി കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് നോളജ്. അവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കുട്ടികളുടെ ഫണ്ണ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നോളജാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് കുട്ടികളുടെ ടാലൻറ്റ് എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ. ഇതിൽ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ തരം ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. നിങ്ങൾ കുട്ടികളുടെ ഇൻ്റലിജൻസ്, കുട്ടികളുടെ ടേസ്റ്റുകൾ, ഇപ്പം ഫാഷനാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് കോമിക് സെഷൻസ് ഉണ്ട്. അവിടെ ഈ കോസ്പ്ലേ എന്ന് പറഞ്ഞൊരു പരിപാടി, കോസ്റ്റ്യൂം പ്ലേ, ഇതൊക്കെ കുട്ടികളുടെ ഒരു ടാലൻറ്റ് ടെസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ അനിമേഷൻ കോൺഫറൻസ് ഉണ്ട്. അനിമേഷൻ കോൺഫറൻസ് ഈസ് എ പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. പിന്നെ ഇല്ലസ്ട്രേഷൻ എക്സിബിഷൻ ഉണ്ട് ഇവിടെ. അതായത് കുട്ടികളുടെ പുസ്തകങ്ങൾ വരുന്ന ഇല്ലസ്ട്രേഷൻസിൻ്റെ ഒരു വലിയ എക്സിബിഷൻ, ഒരു ഹാള് ഫുൾ അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ കുക്കറി ഷോസ്, കുട്ടികളുടേതായിട്ടുള്ള ഏകദേശം 37ഓളം ഷെഫ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, അത് ഇന്ത്യയിൽ നിന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, എല്ലാ ഭാഗത്തും വന്നിട്ടുള്ള അവരുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് അവിടെ ഒരു ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസ് കുട്ടികളെ പിന്നെ സെൻറ്റർ ചെയ്തുകൊണ്ടുള്ള ഓരോ ആക്ടിവിറ്റീസാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് ഇത് മുഴുവൻ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു പ്രത്യേക അറബ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഷാർജ ഭരണാധികാരിയാണ് ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നേതൃത്വത്തിൽ. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പുസ്തകത്തെ സ്നേഹിക്കുന്ന, വായനയെ വളർത്താൻ വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്ന, അതുപോലെ തന്നെ എല്ലാ പുസ്തകമേളകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ആ വലിയൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടി നടത്തുന്നതാണ് ഈ ഒരു ഫെയർ, ഈ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഈ 1-ാം തീയതി അദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം താല്പര്യമുള്ളൊരു ഇവൻ്റാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ സ്കൂൾസിനോടും ഇന്ത്യൻ കുട്ടികളോടും വിശിഷ്യ മലയാളി കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാവിലെ ഇവിടെ വരിക, വൈകുന്നേരം വരെ ഇത് എൻജോയ് ചെയ്യുക. ഇപ്പോൾ നോക്ക്, നമ്മൾ കുട്ടികളൊക്കെ തന്നെ ഗാഡ്ഗറ്റ്സ് മൊബൈലിലാണ് കളിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചുറ്റും കാണാം, ഒരൊറ്റ കുട്ടി മൊബൈലിൽ കളിക്കുന്ന കാണില്ല ഇവിടെ. അവരെല്ലാവരും എൻഗേജ്ഡാണ്. ഈ വന്ന കുട്ടികൾ മുഴുവൻ എൻഗേജ്. നിങ്ങളൊന്ന് ഒഴിച്ചു നോക്കൂ, ആരും തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. എല്ലാവരും കുട്ടികൾ ദേ ആർ എൻഗേജ്ഡ്. ബുക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു ബുക്ക് ഫെയർ ഉണ്ട് ഇവിടെ. ഏകദേശം 400 പബ്ലിഷേഴ്സാണ് ഏകദേശം 70 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല കുട്ടികളുടെ നല്ല ബെസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങുക 25% ഡിസ്കൗണ്ടിലാണ് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം രാവിലെ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർക്കിംഗ് ഡേയ്സിലും രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ തുറന്നിരിക്കും. ഫ്രൈഡേയിൽ മാത്രം വൈകിട്ട് 4 to 9 ആണ്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയോട് നിങ്ങളുടെ പാരൻസ്, എസ്പെഷ്യലി പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ ഈസ് ഫോർ ഫാമിലി. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വരിക, പറ്റുമെങ്കിൽ ലീവ് എടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ മാത്രം ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയും ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടി വരില്ല. ദേ ആർ ഫുള്ളി എൻഗേജ്ഡ്. അതിന് മാത്രമുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സൗജന്യമായിട്ടാണ് എൻട്രി. ഒരു വർക്ക്ഷോപ്പിന് നിങ്ങൾ പൈസ പേ ചെയ്യേണ്ട, എല്ലാം ഫ്രീ ആണ്. മലയാളി പ്രസാധകർ സാധാരണ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവലിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് 3-4 പബ്ലിഷേഴ്സ് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്നിട്ടുള്ള കൂടുതലും ഇംഗ്ലീഷ് ബുക്സാണ്. പക്ഷേ മലയാളം ബുക്സും അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ ഇവിടെ മലയാളം അതാണ് ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം, മലയാളി കസ്റ്റമേഴ്സ് കൂടുതൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മലയാളം പബ്ലിഷേഴ്സും വരും. ഇവിടെ മലയാളം ബുക്സ് അവൈലബിൾ ആവാതിരിക്കാനുള്ള കാരണം കേരള കമ്മ്യൂണിറ്റി ഇവിടെ വരുന്നില്ല. അത് കറക്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് മുമ്പ് അങ്ങനെ ആയിരുന്നു. ആ ഒരു ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 2 മെയിൻ ഈവൻറ്റ്സാണ് ഷാർജയിൽ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറും ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവലും. അതിന് പുറമെ ബുക്ക് സെല്ലേഴ്സ് കോൺഫറൻസ്, പബ്ലിഷേഴ്സ് കോൺഫറൻസ് വേറെ നടക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന 2 ഈവൻറ്റ്സ് ഇത് രണ്ടും തന്നെയാണ്. ഇതിന് ത്രൂ ഔട്ട് ദി ഇയർ ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള പല വർക്ക്ഷോപ്പുകളാണ് ഞങ്ങളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും ഉണ്ട്, പ്ലസ് മറ്റുള്ള സ്ഥലത്ത് സക്സസ് ആയിട്ടുള്ള പല വർക്ക്ഷോപ്സും ഞങ്ങളിവിടെ ഈ ഒരു ഫെസ്റ്റിവലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷം. സ്കൂളുകൾ ഇപ്പോൾ കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് നമുക്ക് മഴ കാരണം ഒരു ദിവസം തടഞ്ഞു. പിന്നെ ഫസ്റ്റ് ദിവസം ഇനോഗ്രേഷൻ കാരണം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഫ്രൈഡേ നമുക്ക് ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞത് ഇന്ന് മുതൽ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് രാവിലെ 9 മണി മുതൽ ഇവിടെ കുട്ടികളുണ്ട്. ഇന്നത്തെ സെയിൽ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 ഹാളുകളിലായിട്ട് നിറച്ച് പുസ്തകങ്ങളാണ്. ഹാൾ നമ്പർ 3 and 4 ആണ് ഇൻ്റർനാഷണൽ കുട്ടികൾ. നമ്മുടെ ഇന്ത്യൻ കുട്ടികൾക്കൊക്കെ ഹാൾ നമ്പർ 4 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് സെലക്ഷൻ ഓഫ് ബുക്സ് ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും അവൈലബിൾ ആണ്.